ഹായ് 2024 സെപ്റ്റംബർ മാസം ബംഗാൾ ഉൾക്കടലിന്റെ ഒഡീഷ തീരത്ത് ചാന്ദിപ്പൂർ ലോഞ്ച് സ്റ്റേഷന്റെ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് ഒരു അഗ്നിഗോളം ആകാശത്തിലേക്ക് ഉയർന്നു. ഇന്ത്യയുടെ ആത്മാഭിമാനം വാനോളം ഉയർത്തിയ അഗ്നി, ഇന്ത്യയുടെ ശത്രുരാജ്യങ്ങളുടെ മനസ്സിൽ ഭീതി പടർത്തിയ അഗ്നി. പറഞ്ഞു വരുന്നത് അഗ്നി 4 ലോഞ്ചിനെ കുറിച്ചാണ്. ടെസ്റ്റ് വിജയകരമായി പൂർത്തിയാക്കി. ഇന്ത്യയുടെ സ്ട്രാറ്റജിക് ഫോഴ്സസ് കമാൻഡിന്റെ അണ്ടറിൽ, അതായത് ന്യൂക്ലിയർ കമാൻഡ് അതോറിറ്റിയുമായിട്ട് ചേർന്നിട്ടാണ് ഈ വിജയം പൂർത്തീകരിച്ചത്. പറഞ്ഞു വരുന്ന കാര്യം മനസ്സിലായി കാണും. ന്യൂക്ലിയർ ആയുധങ്ങളെ വഹിക്കാൻ ശേഷിയുള്ള മിസൈലാണ് നമ്മൾ ഈ പറഞ്ഞ അഗ്നി 4 എന്ന് പറയുന്നത്. ഏതാണ്ട് 4000 കിലോമീറ്റർ പ്രഹരശേഷിയുള്ള 1000ഓളം കിലോഗ്രാം ആയുധങ്ങൾ വഹിക്കാൻ കെൽപ്പുള്ള, ആയുധം എന്ന് പറയുമ്പോൾ കൺവെൻഷണൽ വാർഹെഡ്സ് മാത്രമല്ല, ന്യൂക്ലിയർ വാർഹെഡ്സ് അടക്കം കെൽപ്പുള്ള അതിശക്തനായ മിസൈൽ. ഏതാണ്ട് മുഴുവൻ ചൈന, മെയിൻലാൻഡ് മുഴുവൻ ചൈനയും പാകിസ്ഥാനും ബംഗ്ലാദേശും അടക്കം ഇന്ത്യയുടെ അതിർത്തി പ്രദേശങ്ങളിലെ, അതിർത്തി രാജ്യങ്ങളിലെ മുഴുവൻ ഏരിയയും കവർ ചെയ്യാൻ കെൽപ്പുള്ള അതിഭീമനായ നമ്മുടെ അഗ്നി 4. തുടർച്ചയായിട്ടുള്ള കുറേ സംഭവവികാസങ്ങൾ നമ്മളിങ്ങനെ നിരീക്ഷിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവുമല്ലേ. റീസെൻ്റ്ലി നമ്മുടെ ചുറ്റുമുള്ള രാജ്യങ്ങളിൽ പല സ്ഥലങ്ങളിലും സ്റ്റെബിലിറ്റി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് 2024 തന്നെ നമ്മൾ മിഷൻ ദിവ്യാസ്ത്ര എന്ന് പറഞ്ഞൊരു മിഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളെല്ലാം വായിച്ചാണ്. മിഷൻ ദിവ്യാസ്ത്ര എന്ന് പറയുമ്പോൾ അഗ്നി 5 മിസൈലുമായിട്ട് ബന്ധപ്പെട്ടാണ്. അത് മറ്റൊരു അതികായനാണ്. ഏതാണ്ട് 5000 കിലോമീറ്ററിൽ അധികം സഞ്ചരിക്കാൻ ശേഷിയുള്ള മിസൈലാണ് അഗ്നി 5 എന്ന് പറയുന്നത്. മാത്രമല്ല അതിൽ MIRV ടെക്നോളജി കൂടി ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതായത് മൾട്ടിപ്പിൾ ഇൻഡിപെൻഡൻ്റ്ലി ടാർഗറ്റബിൾ റീ എൻട്രി വെഹിക്കിൾ. അതായത് ഒരേ മിസൈലിൽ തന്നെ ഒന്നിലധികം വാർഹെഡ്സ്, അതായത് ഒരേ മിസൈൽ വിക്ഷേപിക്കുമ്പോൾ ഒന്നിലധികം സ്ഥലങ്ങളിൽ ഒരേ സമയം അറ്റാക്ക് ചെയ്യാൻ ഇന്ത്യക്ക് സാധിക്കും എന്നുള്ളതാണ്. ഈ ഒരു കഴിവ് നേടിയെടുത്തിട്ടുള്ള, ശേഷി നേടിയെടുത്തിട്ടുള്ള കുറച്ച് രാജ്യങ്ങൾ മാത്രമാണ് ഉള്ളത്. അതായത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക, റഷ്യ, ചൈന, UK, ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങൾക്ക് മാത്രമാണ് ഈ ശേഷിയുള്ളത്. ഇപ്പോൾ ആ ശ്രേണിയിലേക്ക് നമ്മുടെ ഇന്ത്യയും ഉയർന്നു വന്നിരിക്കുകയാണ്. അപ്പം അതിൻ്റെ വിക്ഷേപണവുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് അഭ്യൂഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ചൈന ഇതിൽ വലിയ സംശയമൊക്കെ പ്രകടിപ്പിച്ചു, പ്രൊട്ടസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചു. മാത്രമല്ല അവരുടെ പ്രധാനപ്പെട്ട സിയാങ് യാങ് ഹോങ് എന്ന് പറയുന്ന ചാരക്കപ്പലുകളെ ഈ ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് അഴിച്ചുവിട്ടു. അങ്ങനെ സിയാങ് ഹോങ് 1 എന്ന് പറയുന്ന ചാരക്കപ്പൽ ആൻഡമാൻ നിക്കോബാറിന്റെയും ശ്രീലങ്കയുടെയും ഇടയ്ക്ക് നിലയുറപ്പിച്ചു. മാൽദീവ്സിൽ മറ്റൊരു സിയാങ് ഹോങ് 2 അല്ലെങ്കിൽ 3 എന്ന് പറയുന്ന കപ്പൽ ഡോക്ക് ചെയ്തു. അപ്പം ഇവര് നമ്മളെ സസൂക്ഷ്മം നിരീക്ഷിച്ചു. എന്നാൽ ഇവരുടെ നിരീക്ഷണത്തെയൊക്കെ പാടെ മാറ്റിവെച്ചുകൊണ്ട്, ഇവരെയൊക്കെ നിശബ്ദരാക്കിക്കൊണ്ട്, ഇവരെയൊക്കെ മൂകസാക്ഷികളാക്കിക്കൊണ്ട് അഗ്നി 5 നമ്മൾ വിജയകരമായി കംപ്ലീറ്റ് ചെയ്തു. തുടർന്ന് വളരെ അടുത്ത് വീണ്ടും ഇന്ത്യ ഗവൺമെന്റ് ഒരു നോട്ടാം പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. അതായത് ഇന്ത്യയുടെ ബംഗാൾ ഉൾക്കടലിന്റെ 1625 സ്ക്വയർ കിലോമീറ്റർ ഏരിയ നോ ഫ്ലൈ സോണായിട്ട് സെപ്റ്റംബർ 25 മുതൽ 30 വരെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതും ഒരു ഇന്റർകോണ്ടിനൽ ബാലിസ്റ്റിക് മിസൈലിന്റെ പരീക്ഷണം നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് എന്നാണ് പറയുന്നത്. എന്തായാലും ഇപ്പോൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യ ഇത്തരം ഒരുപാട് ചലനങ്ങളുമായി മുമ്പോട്ട് പോവുകയാണ്. ഒരുപാട് പരീക്ഷണങ്ങൾ ഡിഫൻസ് രംഗത്ത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് സമീപ ഭാവിയിൽ, ഇപ്പോൾ ഉടനെ തന്നെ ജമ്മു കാശ്മീരിലെ റീഓർഗനൈസേഷന് ശേഷം ഇലക്ഷൻ നടക്കാൻ പോവാണ്. പാക് ഒക്കുപ്പൈഡ് കാശ്മീർ അടക്കമുള്ള പല സ്ഥലങ്ങളിലെയും സീറ്റുകൾ ഉൾപ്പെടെ പ്രതീകാത്മകമായി നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ ചുറ്റും കുറച്ച് സങ്കീർണമായ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ കുറച്ച് തയ്യാറെടുപ്പിലാണ് എന്നാണ് വിദഗ്ധരായിട്ടുള്ള, പ്രത്യേകിച്ച് ഡിഫൻസ് രംഗത്ത് വിദഗ്ധരായിട്ടുള്ള ആൾക്കാരുടെ അഭിപ്രായം. എന്തായാലും എക്കാലവും സമാധാനത്തെ മാത്രം കാംക്ഷിച്ചിരുന്ന, സമാധാനം ഉയർത്തി കാണിച്ചിരുന്ന ഇന്ത്യ എന്ന രാജ്യത്തിന് ഡിഫൻസ് പരമായി ഇത്രയധികം മേൽക്കോയ്മ കൈവരുന്നത് ലോക രാജ്യങ്ങൾക്ക് സമാധാനത്തിനുള്ള ഒരു വകയാണ്. സമാധാനത്തിന്റെ ദൂതുമായിട്ടാണ് നമ്മുടെ പരീക്ഷണങ്ങൾ നടക്കുന്നത്. ലോക ആയുധ രംഗത്തിൽ ഇന്ത്യ ശക്തനായി മാറുമ്പോൾ അത് നൽകുന്ന സന്ദേശം സമാധാനത്തിൻ്റേതു കൂടി ആകട്ടെ എന്ന് ആശംസിക്കാം. നമ്മുടെ രാജ്യം പുതിയ പുതിയ കഴിവുകൾ നേടിയെടുക്കുന്നത് നമുക്ക് അഭിമാനിക്കാം. താങ്ക് യു.